വിഷുവിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. മധുരത്തിന് ആവശ്യമായ ശർക്കരയിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് ശർക്കര പാനിയാക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു മിക്സിയുടെ ജാറിൽ കുതിർത്ത പച്ചരിയും 3-4 ഏലക്കയും 1 സ്പൂൺ ജീരകം, പിന്നെ ഞാൻ 2 ടീസ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. എന്നിട്ട് ശർക്കര പാനിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതൊരു പാത്രത്തിലോട്ടൊഴിച്ച് മാറ്റി വയ്ക്കുക. ഞാനിവിടെ രാത്രിയാണ് ഈ മാവ് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. പിന്നെ അതിലേക്ക് നെയ്യും എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നെയ്യിൽ തേങ്ങാപ്പുള് വറുത്ത് അതും കോരിയിടാവുന്നതാണ്. ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ്, ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ശേഷം എണ്ണ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു തവി മാവ് ഒഴിക്കുക. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് പൊന്തി വരും. അത് തിരിച്ച് മറിച്ച് വിട്ട് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.